ഉണർവേകുമോ പുതിയ നേതൃത്വം എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പുതിയ നേതൃത്വത്തിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമായിട്ടാണ് ഞാനും കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് സമീകൃതമാണ്. ഇന്ന് ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കാണ്. ഇതൊരു ബാലൻസ്ഡ് ആയ നേതൃത്വമാണ് എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. എങ്ങനെയാണ് ഇത് ബാലൻസ്ഡ് ആവുന്നത്? സമുദായ സമവാക്യങ്ങൾ ഏറെക്കുറെ UDF കൺവീനർ സ്ഥാനത്ത് അടൂർ പ്രകാശ് വരുന്നു, അതേപോലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് സണ്ണി ജോസഫ് വരുന്നു, വിശ്വനാഥ് വരുന്നു, ഷാഫി പറമ്പിൽ MLA വരുന്നു, AP അനിൽകുമാർ വണ്ടൂരിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരു സമുദായ സമവാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ഈ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ബാലൻസിംഗ് ഉണ്ട്. രണ്ടാമത്തത് പരിചയസമ്പന്നതയുണ്ട്. അതേസമയം തന്നെ യുവ നേതാക്കളെ കൂടി അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കാര്യം യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചെറുപ്പക്കാരുടെ പ്രതീക്ഷകളും അടുത്ത ഇലക്ഷൻ പരിപാടികളിൽ ഒരു പുതിയ സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവരാൻ തക്ക ശേഷിയുള്ള ഒരു യുവനിര കൂടി കോൺഗ്രസിലേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇതിൽ സണ്ണി ജോസഫിനുള്ള മെച്ചം? സണ്ണി ജോസഫ് ഒരു ക്രൗഡ് പുള്ളറായ നേതാവൊന്നുമല്ല. കെ സുധാകരനെ പോലെ പാർട്ടിയുടെ തലയെടുപ്പുള്ള ഒരു നേതാവായിട്ട് ഇതുവരെയും സണ്ണി ജോസഫ് വന്നിട്ടില്ല. പക്ഷേ സണ്ണി ജോസഫിന് മറ്റുള്ള കോൺഗ്രസ് നേതാക്കളെ അപേക്ഷിച്ച് ചില ഗുണങ്ങളുണ്ട്. നമ്പർ 1, ഗ്രൂപ്പുകൾക്കതീതമായി സമവാക്യങ്ങൾ ഉണ്ടാക്കാനും പുഞ്ചിരിക്കാനും കഴിയുന്നൊരു നേതാവാണ്. ഒരു അനുഭവമുണ്ട്. കേരളത്തിൽ ഞാൻ നേതാവിൻ്റെ പേര് പറയാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് KPCC അധ്യക്ഷനാകുന്നതിന് പ്രതിപക്ഷ നേതാവുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയോട് സണ്ണി ജോസഫ് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നീട് പല സാഹചര്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ അത്തരം സത്യസന്ധത കാണിക്കുന്ന ആളാണ്. ചില സാഹചര്യങ്ങളിൽപ്പെട്ട മറുഭാഗത്ത് നിൽക്കേണ്ടി വരുമ്പോഴും ഞാൻ താങ്കൾക്ക് ഒപ്പമാണ് നിൽക്കാൻ ആഗ്രഹിച്ചത്, പക്ഷേ ചില കാര്യങ്ങളാൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ കൂടി വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും. സണ്ണി ജോസഫിന് രമേശ് ചെന്നിത്തലയ്ക്ക് വിശ്വാസമുണ്ട്. ഇതേ സണ്ണി ജോസഫിനെ VD സതീശന് വിശ്വാസമുണ്ട്. ഇതേ സണ്ണി ജോസഫിനെ A ഗ്രൂപ്പിലെ നേതാക്കൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ A ഗ്രൂപ്പാണെങ്കിലും I ഗ്രൂപ്പാണെങ്കിലും സുധാകരപക്ഷമാണെങ്കിലും ഈ പക്ഷങ്ങളുടെ എല്ലാം ഇടയിൽ ഒരു ഡിപ്ലോമാറ്റിക്കായ നയചാതുരിയുള്ള നേതാവാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ നേതാക്കൾക്കും സണ്ണി ജോസഫിനെ ഇഷ്ടവുമാണ്. മാത്രമല്ല സണ്ണി ജോസഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പോൾ ഞാൻ ബെന്നിമോഹൻ്റെ കാര്യം പറയുന്നത് പോലെ സംസ്ഥാന പ്രസിഡന്റുമാരും പങ്കെടുക്കാതിരുന്നിട്ടും രമേശ് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു താല്പര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യില്ല. അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന കോമ്പിനേഷനാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പാർട്ടിയെ നെയ്തുകൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നെയ്ത്തുകാരൻ കൂടിയാണ് സണ്ണി ജോസഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ സണ്ണി ജോസഫിന് ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായുള്ള ഘടകം, നമ്മൾ ഇന്ന് വരെ സണ്ണി ജോസഫ് സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് പുറത്തോ മാധ്യമങ്ങളുടെ മുന്നിലോ ഏതെങ്കിലും നേതാക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലോ ഏതെങ്കിലും ഒരു വാക്കുപയോഗിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഒരു വാചകവും സണ്ണി ജോസഫ് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഏതെങ്കിലും നേതാവിൻ്റെ പക്ഷം ചേർന്ന് മറ്റൊരു ഏതെങ്കിലും ഗ്രൂപ്പിനെ അനാവശ്യമായിട്ട് വെറുപ്പിക്കാനും പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാത്ത അപൂർവം കോൺഗ്രസ്സുകാരിൽ ഒരാളാണ് സണ്ണി ജോസഫ് എന്നുള്ളത്. ബാക്കി നേതാക്കൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പാർട്ടിയെ വിഷമസന്ധിയിലാക്കും. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശശി തരൂരിനെതിരെ പാർട്ടിയുടെ താക്കീത് വന്നിരിക്കുകയാണ്. ഈ യുദ്ധ സമയത്ത് പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തരുത് തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും പാർട്ടിയെ നേതാക്കൾ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാത്ത നേതാവെന്ന പ്രതിച്ഛായം. നമ്പർ 2, ഈ 2 പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ പേരാവൂർ പോലൊരു മണ്ഡലം, അത് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് പേരാവൂർ. പക്ഷേ 2006 എന്താ സംഭവിച്ചത്? KK ശൈലജ പേരാവൂർ പിടിച്ചു. KK ശൈലജ പേരാവൂർ പിടിച്ചു കഴിഞ്ഞപ്പോൾ പേരാവൂർ പോയി എന്നാണ് കരുതിയത് കോൺഗ്രസ്സുകാർ. പക്ഷേ സണ്ണി വക്കീൽ ഇറങ്ങി KK ശൈലജയെ തോപ്പിക്കുന്നു. അന്ന് KK ശൈലജയ്ക്ക് ഈ പറയുന്ന പകിട്ടില്ല. 2016 ശേഷമാണല്ലോ പിന്നീട് KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി പുതിയൊരു ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ അന്ന് KK ശൈലജയെ 3000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് ആ മണ്ഡലം ഇരട്ടിയാക്കുക ഭൂരിപക്ഷം. അന്ന് 3200 വോട്ടോളം വോട്ടിന് സണ്ണി ജോസഫ് KK ശൈലജയെ തോൽപ്പിച്ചെങ്കിൽ തൊട്ടടുത്ത വർഷം അത് വർദ്ധിപ്പിച്ച് 7000 വോട്ടായിട്ട് മാറ്റുന്നുണ്ട്. അന്ന് എനിക്കൊന്ന് CPI മറ്റോ ആയിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥി, ബിനോയ് കുര്യനോ മറ്റുമാണ് സ്ഥാനാർത്ഥി. അതിനുശേഷം 2021 വരുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിൽ പോലും നോക്കൂ, സണ്ണി ജോസഫ് പേരാവൂരിൽ 3200 വോട്ടുകൾക്ക് സക്കീർ ഹുസൈനെ പരാജയപ്പെടുത്തുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് പരാജയപ്പെടുത്തിയത്? 2016 കേരളത്തിൽ ഒരു പിണറായി തരംഗമുണ്ടാകുമ്പോൾ, ഒരു ആൻറ്റി ഇൻകുംബൻസ് ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായി അലയടിക്കുമ്പോൾ 2016 പേരാവൂർ മണ്ഡലത്തെ പിടിച്ചു നിർത്തി.
ഈ സണ്ണി ജോസഫ്. 2021 രണ്ടാമത്തെ തരംഗം അതിലും വലിയ സുനാമിയായിട്ട് ആഞ്ഞു വീശുമ്പോഴും പേരാവൂരിൽ പിടിച്ചു നിർത്തി ഈ സണ്ണി ജോസഫ്. അപ്പോൾ ആ രീതിയിൽ സണ്ണി ജോസഫിന് മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള ക്രെഡിബിലിറ്റി, നമ്പർ 2 KSUവിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി, ജില്ലാധ്യക്ഷനായി, പിന്നീട് DCCയുടെ ജില്ലാധ്യക്ഷനായി ഒരു ദശാബ്ദക്കാലം വർക്ക് ചെയ്ത് വിവിധ സഹകരണ സംഘങ്ങളിലൂടെ, സിൻഡിക്കേറ്റ് അംഗങ്ങളിലൂടെ, മെമ്പർഷിപ്പിലൂടെ ഒക്കെ വന്ന ഒരു നേതാവ് എന്ന നിലയിൽ സംഘടനാ പരിചയമുള്ളൊരു നേതാവ്. ഇത് രണ്ടും വർക്ക് ചെയ്യുന്നൊരു കോമ്പിനേഷനാണ്. എന്നാൽ സൗമ്യനുമാണ് താനും. ആ അർത്ഥത്തിൽ വലിയ ക്ലെയിമുകൾ ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറ്റൊരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഈ സണ്ണി ജോസഫ് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല. ആ പ്രശ്നം അവസാനിച്ചു. കോൺഗ്രസിലെ ഒരു വലിയ പ്രശ്നമാണ് അവസാനിക്കുക. KPCC അധ്യക്ഷൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നേതൃത്വം എന്നോട് മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ട ഈ MLA സ്ഥാനവും KPCC അധ്യക്ഷ സ്ഥാനവും ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് K മുരളീധരൻ തന്നെ ആ ചടങ്ങിൽ വെച്ചൊരു എന്താ പറഞ്ഞത്, സ്വീകരിക്കാൻ അല്ല. അപ്പൊ അവിടെ മുരളീധരൻ ഉറപ്പാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നായരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി ഉറപ്പാക്കണം. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംശയവുമില്ലാതെ സണ്ണി ജോസഫ് വളരെ പറയുന്നുണ്ട്, ഇതാർക്ക് സംശയം വേണ്ട, ഞാൻ ആ പദത്തിൽ അടിക്കാനില്ല എന്ന് പറയുന്നതോടുകൂടി എല്ലാ ഗ്രൂപ്പിലെ നേതാക്കൾക്കും എങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നല്ലോ. ഈ കോൺഗ്രസിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ഥാനം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ ആൾക്കാരുണ്ടാവും, അവർ കൊള്ളാം എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും സ്ഥാനമോഹമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്കെതിരെ കരുനീക്കം നടത്തും. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ പാർട്ടിക്കുള്ളിൽ എതിരാളികളില്ല, ഒരുപക്ഷെ അപ്രിയരുണ്ട്. ഇപ്പം പല കാര്യങ്ങളാൽ അപ്രിയരായിട്ടുള്ള ആളുകളുണ്ട്, അസംതൃപ്തരായിട്ടുള്ള ആളുകളും ഉണ്ടാവും. പക്ഷേ ഇത് പറഞ്ഞതോടുകൂടി സണ്ണി ജോസഫ് വളരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസിലുള്ള അടി അവിടെ നിലച്ചു. ഇനി ബാക്കിയുള്ള ആളുകൾ മതി എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി തന്നെ സണ്ണി ജോസഫ് പറയുന്നുണ്ട്. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്ന നേതാവാണ്. ഇനി മറ്റു നോക്കൂ, വിശ്വനാഥാണ് അടുത്ത വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. വിശ്വനാഥ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തൊരു നേതാവല്ലേ വിശ്വനാഥ്. അതേപോലെ AP അനിൽകുമാർ വരുന്നത് ആ കോമ്പിനേഷൻ വർക്ക് ചെയ്തേക്ക് നോക്കൂ. മാത്രമല്ല A ഗ്രൂപ്പിലായിരുന്നു ഇതിനകത്ത് നഷ്ടമുണ്ടായതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്ങനെ പരിഹരിച്ചത്? A ഗ്രൂപ്പിൻ്റെ വിശ്വനാഥ്, ഷാഫി പറമ്പിൽ രണ്ടുപേരും ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് വന്നു. മറുഭാഗത്ത് സണ്ണി ജോസഫ് വരുന്നതിന് ആർക്കും വിയോജിപ്പില്ല. അടൂർ പ്രകാശ് ആണെങ്കിൽ UDFിൻ്റെ കൺവീനർ തസ്തികയിലേക്ക് വന്നു. അത് പറഞ്ഞതുപോലെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും അടൂർ പ്രകാശിനെ പോലെ ഈ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ മുന്നണിയുടെ തലപ്പത്ത് വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പൊളിറ്റിക്കൽ. എന്താണ് സണ്ണി ജോസഫ് നേരിടാൻ പോകുന്ന വെല്ലുവിളി? ആദ്യത്തെ വെല്ലുവിളി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് BJP 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്താണ്, 8 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്താണ്. മധ്യ തിരുവിതാംകൂർ ഉണ്ണി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ 33 സീറ്റുകളിൽ ഈ പാർട്ടി നിലം തൊട്ടിട്ടില്ല. ആ 33 സീറ്റുകൾ മധ്യ തിരുവിതാംകൂറിൽ പിടിക്കുക. പത്തനംതിട്ടയാണെങ്കിലും കോട്ടയമാണെങ്കിലും ഇടുക്കിയാണെങ്കിലും എറണാകുളം ആണെങ്കിലും ഈ 4 കീ കോൺസ്റ്റിറ്റ്യുവൻസി ഡിസ്ട്രിക്റ്റുകൾ പിടിക്കുക എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലെ കാര്യമൊക്കെ മുസ്ലിം ലീഗ് നോക്കിക്കോളും. പക്ഷേ മധ്യ തിരുവിതാംകൂറിലെ സാന്നിധ്യം എത്രത്തോളം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പേരാവുകാരനായ, പക്ഷേ പേരാവൂരാണെങ്കിലും ഉളീക്കൽ ഗ്രാമത്തിൽ നിന്നാണ് വളർച്ച, തൊടുപുഴയിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കണ്ട ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടവർ മത്സരിച്ചു, അവിടെ വിജയിച്ചു വരാൻ പിന്നെ മാത്രമല്ല സ്ട്രാറ്റജിസ്റ്റാണ്. അടൂർ പ്രകാശ് ആ അർത്ഥത്തിൽ ഒരു പോൾ മാനേജറാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടൂർ പ്രകാശിനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ടീമിന് ഒരു പുതിയ ഊർജ്ജം കൊടുക്കാൻ പറ്റും. അതിലുള്ള ഗ്രൂപ്പ് ഇക്വേഷൻസിനെ മറികടക്കാൻ സാധിക്കും. നിലവിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളില്ലാതാവും. ഒരു അനാഥത്വം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. ഒരു ഡിസിഷൻ ആരെടുക്കും? ഇന്നിപ്പോൾ KPCC വളരെ വ്യക്തമായി KPCC അധ്യക്ഷൻ പറയുന്നു, ആ ഡിസിഷൻ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായിട്ടെടുക്കുമെന്ന് പറയുമ്പോൾ KPCC അധ്യക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ അവിടെയുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളി ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും UDFിന് അനുകൂലമായൊരു സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. PV അൻവർ ഈ ഭാഗത്തുണ്ട് താനും. അതിനെ മറികടക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. വോട്ടർ പട്ടിക അടക്കം പിടിക്കണം. 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പിടിക്കാൻ സാധിച്ചാൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി 2026 മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള പണികളാണ് എടുത്തു തുടങ്ങേണ്ടത്. പക്ഷേ അവിടെ ഒരു വെല്ലുവിളി ഈ നേതൃത്വത്തിന് ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നോക്കൂ, 4 പേരിൽ 3 പേര് MLA-മാരാണ്. അതായത് സണ്ണി ജോസഫ് MLA, പേരാവൂർ മണ്ഡലം നോക്കണം. അവസാനത്തെ 6 മാസം പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് പണിയെടുത്താൽ മാത്രമേ പേരാവൂർ മണ്ഡലത്തിൽ വിജയിച്ചു വരാൻ പറ്റൂ. അതേപോലെ വിശ്വനാഥ് കുണ്ടറ മണ്ഡലത്തിൽ, അതേപോലെ AP അനിൽകുമാർ വണ്ടൂർ മണ്ഡലത്തിൽ. അപ്പോൾ ഇവർ നിലവിലിരിക്കുന്ന നിയമസഭാ സാമാജികരാണ് എന്ന സംഘടനാപരമായിട്ടുള്ളൊരു വെല്ലുവിളിയുണ്ട്. അതവർ മറികടന്നാൽ MPയുടെ കാര്യത്തിൽ പിന്നെ പ്രശ്നമില്ല. കാര്യം ഇനി സമയം കിടക്കുകയാണ്. ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം, അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷയമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വിഷയമാണ്. അതിനെ മറികടക്കാൻ സാധിച്ചാൽ ആ ഇക്വേഷൻസിനെ മറികടന്ന് വരാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
ഒരു സണ്ണി ഡേയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രകാശം പരത്തുന്ന ദിവസങ്ങളായി തീരട്ടെ കോൺഗ്രസിൻ്റേത്. ശക്തമായ പ്രതിപക്ഷമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയട്ടെ. മികച്ച മിന്നുന്ന വിജയം കോൺഗ്രസിന് നേരിടാൻ കഴിയുന്ന ഒരു നേതൃത്വമായിട്ട് അത് മാറാൻ കഴിയട്ടെ. കോൺഗ്രസിൻ്റെ എല്ലാ തട്ടുകളിലും അത്തരം കൂട്ടിയോജിപ്പിക്കലുകളും ഒരുമിക്കലുകളൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷയും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ നേതൃത്വം ഉണർവേകുമോ എന്ന ചോദ്യത്തിന് ഉണർവേകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.